നഴ്സുമാരുടെ സമരത്തിൽ നിലപാടറിയിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. സ്റ്റാഫ് നഴ്സുമാരുടെ നിലവിലെ സമരം, ശമ്പള ഘടന, നിയമപരമായ വശങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദമായ പ്രസ്താവനയുമായി ആശുപത്രി മാനേജ്മെന്റ് രംഗത്ത് വന്നു. സമരവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ബോധപൂർവകമായ ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ജൂബിലി മിഷൻ PRO പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നഴ്സുമാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ആശുപത്രി എല്ലായ്പ്പോഴും മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. കോടതി റദ്ദാക്കിയ മിനിമം വേതന വിജ്ഞാപനത്തിലെ ശമ്പള നിരക്കുകൾ പോലും ആശുപത്രി നടപ്പിലാക്കിയതായും കുടിശ്ശിക തുകയും ജീവനക്കാർക്ക് വിതരണം ചെയ്തതായും പ്രസ്താവനയിൽ പറയുന്നു. 2023 മുതൽ സർക്കാർ നിർദ്ദേശമില്ലാതെയും ഇടക്കാല ആശ്വാസമായി ശമ്പള വർധനവ് നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ 7 വർഷമായി വേതന സംരക്ഷണ സംവിധാനത്തിലൂടെയാണ് ശമ്പളം നൽകുന്നതെന്നും ആശുപത്രി അറിയിച്ചു. മാനേജ്മെന്റ് നഴ്സുമാർക്ക് മതിയായ ശമ്പളം നൽകുന്നില്ലെന്ന തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ നിലവിലെ ശമ്പള ഘടനയുടെ കൃത്യമായ വിശദ വിവരങ്ങളും ആശുപത്രി പുറത്തുവിട്ടു. നിലവിൽ 1131 സ്റ്റാഫ് നഴ്സുമാരാണ് ആശുപത്രിയിൽ ഉള്ളത്. ഇവരിൽ 880-ലധികം പേർ സമരത്തിൽ പങ്കെടുക്കാതെ രോഗീ പരിചരണ സേവനങ്ങളിൽ തുടരുകയാണെന്നും മാനേജ്മെന്റ് അവകാശപ്പെട്ടു. പുതിയ മിനിമം വേതന കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് UNA സമരത്തിലേക്ക് കടന്നതായും ഇത് ലേബർ കമ്മീഷണറുടെ നടപടിക്രമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്നും മാനേജ്മെന്റ് ആരോപിച്ചു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരമുള്ള മുൻകൂർ നോട്ടീസ് വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സമരം ആരംഭിച്ചതെന്നും ആരോഗ്യമേഖലയിലെ സമരങ്ങളെ സംബന്ധിച്ച ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. സമരവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ വ്യാജമാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്തായുടെ തീരുമാനം വന്നാലേ ഇനി നടപടികൾ ഉണ്ടാകൂ എന്ന വ്യാജ പ്രചരണത്തിന്റെ വസ്തുത മാനേജ്മെന്റ് എടുത്തു പറഞ്ഞു. ഇത് തെറ്റായ പ്രചരണമാണ്. ജൂബിലി മിഷൻ ആശുപത്രിയിലെ സമരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ആശുപത്രി മാനേജ്മെന്റ് ബോർഡാണ് കൂട്ടായി എടുക്കുന്നത്. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 10,000 രൂപ ശമ്പള വർധനവ് നൽകുമെന്ന വാർത്തയും പ്രചരണവും അടിസ്ഥാനരഹിതമാണെന്നും ആശുപത്രി വിശദീകരിച്ചു. ആശുപത്രി നഴ്സുമാരുടെ സമരത്തിന്റെ മറവിൽ കത്തോലിക്കാ സഭയ്ക്കും പ്രത്യേകിച്ച് തൃശൂർ അതിരൂപതയ്ക്കും വൈദികർക്കുമെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് മാനേജ്മെന്റ് ആരോപിച്ചു. ചില ബാഹ്യശക്തികൾ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്നും കേരളത്തിലെ ആരോഗ്യരംഗത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ കോർപ്പറേറ്റ് ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. വിഷയത്തിൽ മാനേജ്മെന്റ് അന്തിമ നിലപാടും സ്വീകരിച്ചു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, മിനിമം വേതന ഉപദേശക ബോർഡ്, പുതിയ തൊഴിൽ നിയമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്ന ഏത് നിയമപരമായ തീരുമാനങ്ങളോടും സഹകരിക്കാൻ ജൂബിലി മിഷൻ മാനേജ്മെന്റ് തയ്യാറാണെന്ന് വ്യക്തമാക്കി. അതേസമയം 800-ലധികം കിടക്കകളുള്ള ആശുപത്രികളിൽ 50% അധികം ശമ്പളം നൽകണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നും മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു. നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ബാധകമായ ഏകീകൃത നയം സർക്കാർ അടിയന്തരമായി രൂപീകരിക്കണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ സമരം ഒത്തുതീർപ്പാക്കി പിൻവലിക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും ജൂബിലി മിഷൻ ആശുപത്രി മാനേജ്മെന്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഷിക്കനാനൂസ്, തൃശൂർ.